ഇന്ത്യയെയും റഷ്യയെയും പരിഹസിച്ച് സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയെയും റഷ്യയെയും നമുക്ക് നഷ്ടമായെന്നാണ് തോന്നുന്നത്, അതും ഇരുണ്ടതും ദുരൂഹവുമായ ചൈനയോടെന്നായിരുന്നു ട്രംപ് പോസ്റ്റിൽ കുറിച്ചത്. അവർക്ക് ഒരുമിച്ച് ദീർഘവും സമൃദ്ധവുമായ ഒരു ഭാവിയുണ്ടാകട്ടെയെന്ന് പോസ്റ്റിൽ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് ട്രംപ്. നരേന്ദ്രമോദിയുടെയും ഷീ ജിൻപിങ്ങിന്റെയും വ്ളാഡിമിർ പുടിന്റെയും ഒന്നിച്ചുള്ള ചിത്രം പങ്കുവച്ചാണ് പോസ്റ്റ്. ഇന്ത്യയെയും റഷ്യയെയും ഏറ്റവും ആഴമേറിയതും ഇരുണ്ടതുമായ ചൈനയോട് നമ്മൾ തോൽപ്പിച്ചതായി തോന്നുന്നു. അവർക്ക് ഒരുമിച്ച് ദീർഘവും സമൃദ്ധവുമായ ഭാവിയുണ്ടാകട്ടെ. പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ്. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആതിഥേയത്വം വഹിച്ചതിന് പിന്നാലെയാണ് ട്രംപ് സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഊർജ്ജം മുതൽ സുരക്ഷ വരെയുള്ള മേഖലകളിൽ മൂന്ന് നേതാക്കളും പരസ്യമായി സഹകരണം ചർച്ച ചെയ്തിരുന്നു. യുക്രൈനിലെ യുദ്ധവും ആഗോള വ്യാപാര നയവും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിവിധ തലങ്ങളിൽ വാഷിംഗ്ടണുമായി നേതാക്കൾക്ക് ഭിന്നതയുണ്ട്. അതേസമയം ചൈനയും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്നതിനെക്കുറിച്ച് ട്രംപ് ഇതുവരെ നടത്തിയതിൽ വെച്ചുള്ള ഏറ്റവും ശക്തമായ പ്രതികരണമാണിത്. ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തിനുമേലുള്ള പ്രതിരോധ ശക്തിയായിട്ടാണ് ഇന്ത്യയെ ദശാബ്ദങ്ങളായി US കണ്ടിട്ടുള്ളത്. റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് ഭരണകൂടങ്ങൾ ഡൽഹിയെ തന്ത്രപരമായ പങ്കാളിയായി വളർത്തിയെടുക്കാൻ ഒരുപോലെ ശ്രദ്ധിച്ചിരുന്നു. 2019 ഹൂസ്റ്റണിൽ നടന്ന ഹൗഡി മോദി റാലിയിൽ പ്രധാനമന്ത്രി മോദിക്കൊപ്പം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടും ജപ്പാനുമായും ഓസ്ട്രേലിയയുമായും ചേർന്ന് ക്വാഡ് പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടും ട്രംപ് തന്റെ ആദ്യ ഭരണകാലത്ത് ഇന്ത്യയുമായുള്ള തന്റെ അടുത്ത ബന്ധം പ്രകടിപ്പിച്ചിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ ഗോരഖ്പൂരിൽ ഗുർഖ വാർ മെമ്മോറിയലിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം, ഗുർഖ മ്യൂസിയത്തിന്റെ കല്ലിടിയൽ എന്നിവയ്ക്കായുള്ള ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ചൈനയുമായുള്ള ബന്ധം ഊഷ്മമാക്കാനുള്ള നടപടികൾക്കിടയിലാണ് CDSന്റെ പ്രസ്താവന. ചൈനയുമായി 1947, 1962, 1965 എന്നീ വർഷങ്ങളിൽ നിരവധി യുദ്ധങ്ങൾ ഇന്ത്യ നടത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തുന്ന നിഴൽ യുദ്ധമാണ് അടുത്ത വലിയ വെല്ലുവിളി. 1000 മുറിവുകളാൽ ചോരയിട്ടു വീഴ്ത്തി ഇന്ത്യയെ വേദനിപ്പിക്കുക എന്നതാണ് പാകിസ്ഥാന്റെ തന്ത്രം. ചൈനയുമായുള്ള അതിർത്തി തർക്കം ഏറ്റവും വലിയ വെല്ലുവിളിയായി തുടരും. യുദ്ധങ്ങളുടെ രീതി മാറുകയാണ്. ഇപ്പോൾ സൈബർ, ബഹിരാകാശ ഇടങ്ങളിലേക്കും യുദ്ധം കടന്നു ചെന്നിട്ടുണ്ട്. 7 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത്. നമ്മുടെ 2 എതിരാളികളും ആണവ ശക്തികളാണ്. അവർക്കെതിരെ എന്തു നടപടിയെടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് തന്നെ വെല്ലുവിളിയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയം സൈനിക വിഭാഗങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിരുന്നു. പഹൽഗാം ആക്രമണത്തിന് പകരം വീട്ടുക മാത്രമല്ല, നമ്മുടെ ക്ഷമയ്ക്കും ഒരതിരുണ്ടെന്ന് കാട്ടുകയായിരുന്നു ലക്ഷ്യം. പദ്ധതി ഒരുക്കുന്നതിലും ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും ഞങ്ങൾക്കുമേൽ നിയന്ത്രണമുണ്ടായിരുന്നില്ല. ടെറോർവാദം ഒരു വലിയ വെല്ലുവിളിയാണ്. എന്നാൽ ഇപ്പോൾ അതിന്റെ സ്വാധീനം കുറഞ്ഞു വരുന്നു. ചില ഭീഷണികൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നു പോലുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കളിക്കുന്നതിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് 10 വയസ്സുകാരൻ മരിച്ചു. മഹാരാഷ്ട്രയിലെ കൊല്ലാപൂരിലെ കൊഡോലി ഗ്രാമത്തിലെ ശ്രവൺ ഗവാഡെ എന്ന കുട്ടിയാണ് മരിച്ചത്. ഗണേഷ് പന്തലിൽ കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കെയായിരുന്നു സംഭവം. ഗണേഷ് പന്തലിൽ കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കെയാണ് സംഭവമുണ്ടായത്. ഭാര്യയെ കൊലപ്പെടുത്തി മൃതദേഹം 17 കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കിയ യുവാവ്. മഹാരാഷ്ട്രയിലെ ഭിവാനി നഗരത്തിലാണ് സംഭവം. മുസാൻ മുഹമ്മദ് താഹ അൻസാരി എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത്. യുവതിയുടെ ഭർത്താവ് താഹയെ പോലീസ് പിടികൂടി. യുവതിയുടെ ഛേദിച്ച തല ഓഗസ്റ്റ് 30 അറവുശാല സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന് സമീപത്ത് നിന്ന് കണ്ടെത്തി. മറ്റു ശരീരഭാഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്നാണ് അന്വേഷണ വൃത്തങ്ങൾ അറിയിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം ഭാര്യയുടെ മൃതദേഹം 17 കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കുകയും ശരീരഭാഗങ്ങൾ നഗരത്തിലുടനീളം ഉപേക്ഷിക്കുകയും ചെയ്തുവെന്നും താഹ പോലീസിനോട് വെളിപ്പെടുത്തി. എന്നാൽ പ്രതി തുടർച്ചയായി മൊഴി മാറ്റി പറയുന്നതിനാൽ കൊലപാതകത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താനായിട്ടില്ല. യുവതിയുടെ മാതാവ് ഹനീഫ ഖാൻ മകളെ കാണാനില്ലെന്ന് കാട്ടി പോലീസിൽ പരാതി നൽകിയതോടെയാണ് സംഭവം വെളിച്ചത്തിലെത്തിയത്. മകളുടെ ഫോൺ 2 ദിവസമായി സ്വിച്ച് ഓഫ് ആണെന്നും മറുപടിക്ക് വിളിച്ചിട്ട് മറുപടി ലഭിച്ചില്ലെന്നും ഹനീഫ ഖാൻ പറഞ്ഞതായി ഭോയിവാഡ പോലീസ് സ്റ്റേഷൻ സീനിയർ ഇൻസ്പെക്ടർ അശോക് രത്തൻ പാർക്കി പറഞ്ഞു. തുടർന്ന് വേർപെടുത്തിയ നിലയിൽ കണ്ടെത്തിയ യുവതിയുടെ തലയുടെ ചിത്രം ഹനീഫയെ കാണിച്ചതോടെ ഇവർ മകളെ തിരിച്ചറിയുകയായിരുന്നു. കൊലപാതകത്തിന്റെ ലക്ഷ്യവും കൊല നടന്ന സ്ഥലവും കണ്ടെത്താൻ അന്വേഷണം നടന്നുവരികയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധത്തിനായും പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട്. അന്വേഷണത്തിനായി 2 സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്.
ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേശകൻ പീറ്റർ നവാറോ നടത്തിയ വിവാദ പ്രസ്താവനകളെ തള്ളി ഇന്ത്യ. പീറ്റർ നവാറോ നടത്തിയ പ്രസ്താവനകൾ അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെക്കുറിച്ച് നവാറോ ഉന്നയിച്ച ഇന്ത്യൻ ജനതയുടെ ചിലവിൽ ബ്രാഹ്മണർ ലാഭം കൊയ്യുന്നു എന്ന പ്രസ്താവനയാണ് വിവാദമായത്. പീറ്റർ നവാറോ നടത്തിയ അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പ്രസ്താവനകൾ ഞങ്ങൾ കണ്ടുവെന്നാണ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്. കഴിഞ്ഞ മാസം ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് നവാറോ വിവാദ പ്രസ്താവന നടത്തിയത്. റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നതിന് മുൻപ് ഇന്ത്യ വളരെ ചെറിയ അളവിൽ മാത്രമേ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയിരുന്നുള്ളൂ. എന്നാൽ യുദ്ധം ആരംഭിച്ച ശേഷം ഇന്ത്യ റഷ്യയിൽ നിന്നും വലിയ തോതിൽ കുറഞ്ഞ നിരക്കിൽ എണ്ണ വാങ്ങുകയാണ്, അത് സംസ്കരിച്ച് കയറ്റുമതി ചെയ്യുകയാണ് എന്നാണ് നവാറോ പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മികച്ച നേതാവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിരിക്കെ ഇന്ത്യൻ നേതാവ് എങ്ങനെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി സഹകരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് ഇന്ത്യൻ ജനത ദയവായി മനസ്സിലാക്കുക. ബ്രാഹ്മണർ ഇന്ത്യൻ ജനതയെ ചൂഷണം ചെയ്ത് ലാഭം കൊയ്യുന്നു എന്നും ഇത് നിർത്തണമെന്നുമാണ് നവാറോ പറഞ്ഞത്. കോഴിക്കോട് മാനിപുരം ചെറുപുഴയിൽ അമ്മയോടൊപ്പം കുളിക്കാനെത്തിയ 10 വയസ്സുകാരിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതെയായി. 2 കുട്ടികളാണ് അമ്മയോടൊപ്പം പുഴയിലെത്തിയത്. കളിച്ചുകൊണ്ടിരിക്കെയാണ് കുട്ടികൾ കാൽവഴുതി വീണത്. പുഴയുടെ മറുവശത്ത് തുണിയലക്കുകയായിരുന്ന സ്ത്രീ കുട്ടികൾ വെള്ളത്തിൽ വീഴുന്നത് കണ്ടതോടെ ബഹളം വെച്ച ആളെ കൂട്ടി. തുടർന്ന് മുക്കത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി ഒഴുക്കിൽപ്പെട്ട 12 വയസ്സുകാരനെ രക്ഷപ്പെടുത്തി. കാണാതായ 10 വയസ്സുകാരിക്കായി തിരച്ചിൽ നടത്തുകയാണ്. പുഴയിൽ നല്ല ഒഴുക്കുണ്ട്. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുമെന്ന കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. നമുക്ക് ഏറ്റവും അനുയോജ്യമായ സ്രോതസ് ഏതാണെന്നതിൽ നമ്മൾ തീരുമാനമെടുക്കേണ്ടി വരും. നമ്മൾ അത് തീർച്ചയായും വാങ്ങും. ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യ അതിന്റെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഏതു വിതരണ സ്രോതസ്സാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമെന്നതിൽ നമ്മൾ തീരുമാനമെടുക്കണം. നമ്മൾ അത് തീർച്ചയായും വാങ്ങും. റഷ്യൻ എണ്ണയായാലും മറ്റെന്തായാലും നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലത്തു നിന്ന് വാങ്ങുക എന്നതാണ് നമ്മുടെ തീരുമാനം. ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യ അതിന്റെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കും, സീതാരാമൻ വ്യക്തമാക്കി. യുഎസിന്റെ താരിഫുകൾ മൂലം ദുരിതത്തിലായ കയറ്റുമതിക്കാർക്കായി സർക്കാർ ആശ്വാസ പാക്കേജ് തയ്യാറാക്കുകയാണെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു. ചരക്കു സേവന നികുതി പോലെയുള്ള പരിഷ്കാരങ്ങൾ ഈ ആഘാതത്തെ ലഘൂകരിക്കാൻ സഹായിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ബോളിവുഡ് നടി ശിൽപ ഷെട്ടിക്കും ഭർത്താവ് രാജ് കുന്ദ്രയ്ക്കുമെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ബെസ്റ്റീൽ TV പ്രൈവറ്റ് ലിമിറ്റഡിനായുള്ള വായ്പ നിക്ഷേപ ഇടപാടുമായി ബന്ധപ്പെട്ട് ദമ്പതികൾ വ്യവസായി ദീപക് കോഥാരിയിൽ നിന്ന് 60 കോടി രൂപ തട്ടിയെടുത്തെന്നാണ് കേസ്. ശിൽപ ഷെട്ടിയുടെയും ഭർത്താവിന്റെയും യാത്രാ വിവരങ്ങൾ പോലീസ് തേടുകയാണ്. സ്ഥാപനത്തിന്റെ ഓഡിറ്ററെ ചോദ്യം ചെയ്യാനും വിളിപ്പിച്ചിട്ടുണ്ട്. 2015-നും 2023-നും ഇടയിൽ ബിസിനസ് വികസിപ്പിക്കാനെന്ന വ്യാജേന ദമ്പതികൾ തന്റെ കയ്യിൽ നിന്ന് 60 കോടി രൂപ വാങ്ങി വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചെന്നാണ് വ്യവസായി ദീപക് കോഥാരിയുടെ ആരോപണം. നിശ്ചിത സമയത്തിനുള്ളിൽ 12% വാർഷിക പലിശയോടെ പണം തിരികെ നൽകുമെന്ന ഉറപ്പ് നൽകിയിരുന്നതായും 2016 ഏപ്രിലിൽ ശിൽപ ഷെട്ടി രേഖാമൂലം ഒരു വ്യക്തിഗത ഗ്യാരണ്ടി നൽകിയിരുന്നതായും കോഥാരി പറയുന്നു. എന്നാൽ ഇതിനു പിന്നാലെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ശിൽപ ഷെട്ടി സ്ഥാപനത്തിന്റെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് രാജിവച്ചു. എന്നാൽ ദീപക് കോഥാരിയുടെ ആരോപണങ്ങൾ ശിൽപ ഷെട്ടിയും രാജ് കുന്ദ്രയും നിഷേധിച്ചു. GST പരിഷ്കരണത്തെ പരിഹസിച്ച് കോൺഗ്രസിന്റെ കേരള ഘടകം എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പ് വിവാദമാകുന്നു. ബീഡിയും ബിഹാരും തുടങ്ങുന്നത് ബിയിൽ നിന്നാണ് എന്ന പോസ്റ്റാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. പുകയില ഉൽപ്പന്നങ്ങളുടെ GST വെട്ടിക്കുറച്ചതിനെ പരാമർശിച്ചായിരുന്നു കോൺഗ്രസിന്റെ പോസ്റ്റ്. സംഗതി വിവാദമായതോടെ പോസ്റ്റ് നീക്കം ചെയ്തു. പുകയില ഉൽപ്പന്നങ്ങളുടെ GST വെട്ടിക്കുറച്ചതിനാൽ ഇനി അത് പാപമായി കണക്കാക്കാൻ കഴിയില്ലെന്നും പോസ്റ്റിൽ പറഞ്ഞിരുന്നു. ബിഹാറിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് കോൺഗ്രസിന്റെ പോസ്റ്റെന്ന് ബിഹാർ ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ സാമ്രാട്ട് ചൗധരി ആരോപിച്ചു. ആദ്യം നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ അവർ അപമാനിച്ചു. ഇപ്പോൾ മുഴുവൻ ബീഹാറിനെയും അപമാനിച്ചിരിക്കുന്നു. ഇതാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ സ്വഭാവം. ഇത് രാജ്യത്തിനു മുന്നിൽ ആവർത്തിച്ചു തുറന്നുകാട്ടപ്പെടുകയാണ്, സാമ്രാട്ട് ചൗധരി എക്സിൽ കുറിച്ചു. JDU നേതാവ് സഞ്ജയ് കുമാർ ഝായും കോൺഗ്രസിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങേയറ്റം ലജ്ജാകരമായ പ്രവൃത്തിയെന്നാണ് സഞ്ജയ് കുമാർ ഇതിനെ വിശേഷിപ്പിച്ചത്. ബി എന്നാൽ ബീഡി മാത്രമല്ല, ബുദ്ധിയെന്നും അർത്ഥമാക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കുറവാണ്.
ബി എന്നാൽ ബജറ്റ് എന്നും അർത്ഥമാക്കുന്നുണ്ട്. ബീഹാറിന് പ്രത്യേക സഹായം ലഭിക്കുമ്പോൾ അത് നിങ്ങളെ അസൂയപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തു. ഗണേശോത്സവം നാളെ സമാപിക്കാനിരിക്കെ ബോംബ് സ്ഫോടനം നടത്തുമെന്ന അജ്ഞാതന്റെ ഭീഷണി സന്ദേശത്തിനു പിന്നാലെ മുംബൈ നഗരം കനത്ത ജാഗ്രതയിൽ. ചാവേറുകൾ മനുഷ്യബോംബുകളായി 34 വാഹനങ്ങളിലുണ്ടെന്നും മുംബൈയെ ഇത് പിടിച്ചു കുലുക്കുമെന്നുമാണ് ഭീഷണി. 10 ദിവസത്തെ ഗണേശോത്സവത്തിന്റെ സമാപന ചടങ്ങായ അനന്തചതുർത്ഥി ആഘോഷത്തിനായി തയ്യാറെടുക്കവെയാണ് ട്രാഫിക് പോലീസിന്റെ കൺട്രോൾ റൂമിലെ വാട്സാപ്പ് ഹെൽപ്പ് ലൈനിലേക്ക് ഭീഷണി സന്ദേശം ലഭിച്ചത്. ലഷ്കരെ ഇ ജിഹാദ് എന്നാണ് സന്ദേശം അയച്ചയാൾ സ്വയം പരിചയപ്പെടുത്തിയത്. 14 പാകിസ്ഥാനി ഭീകരർ ഇന്ത്യയിൽ പ്രവേശിച്ചതായും 400 കിലോ RDX സ്ഫോടനത്തിനായി ഉപയോഗിക്കുമെന്നും ഭീഷണി സന്ദേശത്തിൽ പറയുന്നു. സ്ഫോടനത്തിലൂടെ 1 കോടി ആളുകളെ കൊല്ലാൻ കഴിയുമെന്നും സന്ദേശത്തിലുണ്ട്. ഭീഷണി സന്ദേശം ലഭിച്ചതിന് പിന്നാലെ മുംബൈയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടി ആന്റി ടെററിസം സ്ക്വാഡിന് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു. നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഏതു ഭീഷണിയും കൈകാര്യം ചെയ്യാൻ സാധിക്കും. എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു. മുംബൈ മഹാരാഷ്ട്രയിലെ ഥാനെ ജില്ലയിൽ സെക്സ് റാക്കറ്റ് നടത്തിയിരുന്ന നടി അറസ്റ്റിലായി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് നടി അനുഷ്ക മോണി മോഹൻദാസ് അറസ്റ്റിലായത്. സെക്സ് റാക്കറ്റിന്റെ വലയിലകപ്പെട്ട 2 സിനിമാ നടിമാരെയും പോലീസ് രക്ഷിക്കുകയുണ്ടായി. TV സീരിയലുകളിലും ബംഗ്ലാ സിനിമയിലും സജീവമായ 2 സ്ത്രീകളെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ രക്ഷിച്ചത്. ഇടപാടുകാരെന്ന വ്യാജേന പോലീസ് അനുഷ്കയെ സമീപിക്കുകയുണ്ടായി. സംഭവത്തിൽ അനുഷ്കയ്ക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. രക്ഷിച്ച സ്ത്രീകളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു. സെക്സ് റാക്കറ്റിനു പിന്നിൽ പ്രവർത്തിച്ചവർക്കായി അന്വേഷണം ആരംഭിച്ചതായും മുഴുവൻ കുറ്റവാളികളെയും ഉടൻ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തെ പ്രതിഷേധിച്ച് തിരുവോണ ദിവസത്തിൽ കൊലച്ചോറ് സമരവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത്. തൃശൂർ DIG ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊലച്ചോറ് സമരവുമായി എത്തിയത്. മർദ്ദിച്ച പോലീസുകാരുടെ മുഖമൂടി ധരിച്ചായിരുന്നു പ്രതീകാത്മക പ്രതിഷേധ സമരം. DIG ഓഫീസിനു മുന്നിൽ വച്ച പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് സമരം തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ ഇവിടെ ഇലയിട്ട് പ്രതിഷേധവും നടത്തി. 2023 ഏപ്രിൽ 5-നാണ് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം സ്റ്റേഷനിലെത്തിച്ച് മർദ്ദിച്ചത്. 2 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് മർദ്ദന ദൃശ്യങ്ങൾ സുജിത്തിന് ലഭിച്ചത്. കസ്റ്റഡി മർദ്ദനം ഒതുക്കാൻ പോലീസ് പണം വാഗ്ദാനം ചെയ്തെന്ന് സുജിത്ത് മനോരമ ഓൺലൈനോട് വെളിപ്പെടുത്തിയിരുന്നു. സുജിത്തിനോടും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് വർഗീസ് ചൊവ്വന്നൂരിനോടും 20 ലക്ഷം വരെ പണം വാഗ്ദാനം ചെയ്തെന്നായിരുന്നു വെളിപ്പെടുത്തൽ. പത്തനംതിട്ട മല്ലപ്പള്ളി ഈസ്റ്റ് പോസ്റ്റ് ഓഫീസിന് സമീപം ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തി ഭർത്താവ് ആത്മഹത്യ ചെയ്തു. പുലിയുടെ ശെരിൽ രഘുനാഥൻ 62 വയസ്സ്, ഭാര്യ സുധ 55 വയസ്സ് എന്നിവരെയാണ് രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രഘുനാഥൻ വീടിന് സമീപത്ത് ശൗചാലയത്തിൽ തൂങ്ങി മരിച്ച നിലയിലും സുധ കുത്തേറ്റ് രക്തം വാർന്ന് വീടിന്റെ മുറ്റത്തും കിടക്കുകയായിരുന്നു. കുടുംബവഴക്കാണ് ദാരുണമായ സംഭവത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ കീഴ്വായ്പൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എറണാകുളത്ത് ജോലിയുള്ള മകൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതിരുന്നതിനെ തുടർന്ന് സുഹൃത്തിനോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. സുഹൃത്ത് വന്നു നോക്കിയപ്പോൾ വീടിന്റെ മുറ്റത്ത് സുധയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയുണ്ടായി. സംസ്ഥാനത്ത് ഓണക്കാല മദ്യവിൽപ്പനയിൽ റെക്കോർഡ് വരുമാനം. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ മദ്യം വിറ്റതായാണ് റിപ്പോർട്ട്. ഓണത്തിനനുബന്ധിച്ച് കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ 826.38 കോടി രൂപയുടെ മദ്യമാണ് ബെവ്കോ ഔട്ട്ലെറ്റിലൂടെ വിറ്റുപോയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 50 കോടി രൂപയുടെ അധികം മദ്യമാണ് വിറ്റുപോയിരിക്കുന്നത്. ഉത്രാടം ദിനം മാത്രം 137 കോടി രൂപയുടെ മദ്യം വിറ്റു. കഴിഞ്ഞ വർഷം ഇത് 126 കോടിയായിരുന്നു. ഉത്രാടം ദിന വിൽപ്പനയിൽ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റാണ് മുന്നിൽ. 1.46 കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് ഇവിടെ മാത്രം നടന്നത്. 1.24 കോടി രൂപയുടെ മദ്യം വിറ്റ് കൊല്ലം ജില്ലയിലെ തന്നെ ആശ്രമം ഔട്ട്ലെറ്റ് 2ാം സ്ഥാനത്ത്. 1.11 കോടി രൂപയുടെ വിൽപ്പനയുമായി മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ഔട്ട്ലെറ്റ് 3ാം സ്ഥാനത്തുണ്ട്. തൃശൂർ ജില്ലയിലെ ചാലക്കുടി ഔട്ട്ലെറ്റ് 1.07 കോടി രൂപ, ഇരിങ്ങാലക്കുട ഔട്ട്ലെറ്റ് 1.03 കോടി രൂപ, കൊല്ലം ജില്ലയിലെ കുണ്ടറ ഔട്ട്ലെറ്റ് 1.0 കോടി രൂപ എന്നിവ 4, 5, 6 സ്ഥാനങ്ങളിൽ. 6 ഔട്ട്ലെറ്റുകളിലാണ് 1 കോടി രൂപയ്ക്ക് മുകളിൽ ഉത്രാടം ദിനത്തിൽ വിൽപ്പന നടന്നത്.
അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ബീഹാർ മാതൃകയിൽ വോട്ടർ പട്ടിക പരിഷ്കരണം SIR നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട സുപ്രീം കോടതിയിൽ ഹർജി. BJP നേതാവ് അശ്വിനി ഉപാധ്യായിയാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ ശുദ്ധീകരിക്കാൻ വോട്ടർ പട്ടികയുടെ പരിഷ്കരണം അനിവാര്യമാണെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേരളത്തിനു പുറമെ ബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ വോട്ടർ പട്ടിക പരിഷ്കരിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. യഥാർത്ഥ ഇന്ത്യൻ പൗരന്മാരെ മാത്രമേ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നുള്ളൂ എന്ന് ഉറപ്പാക്കാനും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമഗ്രതയും പരിശുദ്ധിയും സംരക്ഷിക്കാനും വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം പരമപ്രധാനമാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം ഇല്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാർ വോട്ടർ പട്ടികയിൽ തുടരുമെന്നും ഹർജിയിൽ പറയുന്നുണ്ട്.